Okay, start here. Okay. Today's session, another session, we'll be discussing regarding power amplifiers. Okay. First, third module, the first topic, multi-stage amplifier. Today we will be discussing regarding second topic, that is power amplifier using BJT. Okay. About yesterday's class, I have given a brief introduction regarding where this power amplifier comes into play. എവിടെയാണ് നമ്മുടെ പവർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് we will explain once more. Okay, so let us take an application that is public addressing system. ആംപ്ലിഫയറിന്റെ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം അല്ലെ. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ മൈക്ക് അല്ലെ, പൊളിറ്റീഷ്യൻസും അതുപോലെയുള്ള ഫങ്ഷൻസിലും ഒക്കെ ആൾക്കാർ സംസാരിക്കുന്നത് ത്രൂ മൈക്കാണ്. അപ്പോൾ മൈക്കിന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് വിൽ ബി ഹാവിങ് എ മൈക്രോഫോൺ, ഒരു ഹെഡ്സെറ്റ്, ഒരു മൈക്ക് സെറ്റ് ഉണ്ടാവും അല്ലെ, ഒരു മൈക്ക് സെറ്റ് ത്രൂ വിച്ച് ദ പേഴ്സൺ വിൽ ബി സ്പീക്കിംഗ്. ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ദ സൗണ്ട് വേവ്സ് ഫ്രം ദാറ്റ് പേഴ്സൺ, ഓക്കെ, സൗണ്ട് വേവ്സ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദിസ് മൈക്ക്. ഈ മൈക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും? ഈ സൗണ്ട് വേവ്സ് ഈ മൈക്ക് ഇതിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് ലൗഡ് സ്പീക്കറിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ മൈക്ക്. ഓക്കെ, സോ മൈക്ക് എന്ത് ചെയ്യും? സൗണ്ട് വേവ്സിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു, ഇതിനകത്ത് ഒരു ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് ഉണ്ടാവും. ആ ട്രാൻസ്ഡ്യൂസർ യൂണിറ്റ് ദിസ് വിൽ ബി കണക്റ്റഡ് ത്രൂ ആൻ ആംപ്ലിഫയർ. ഒരു വലിയ ബോക്സ് ആയിരിക്കും, ആ ബോക്സിനകത്തെ ഒരു പാർട്ടായിരിക്കും ആംപ്ലിഫയർ സെഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഡ്യൂസർ ഫസ്റ്റ് എന്ത് ചെയ്യും? ട്രാൻസ്ഡ്യൂസർ വിൽ ബി കൺവേർട്ടിംഗ് ദിസ്, ഓർ ദിസ് മൈക്രോഫോൺ വിൽ ബി കൺവേർട്ടിംഗ് മൈ സൗണ്ട് വേവ്സ് അല്ലെ. സൗണ്ട് വേവ്സ് വിൽ ബി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒരു സ്മോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് ആദ്യം അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക? ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് കമ്മിങ് ആസ് ഇൻപുട്ട് ടു അവർ ആംപ്ലിഫയർ പാർട്ട്. ആ ആംപ്ലിഫയർ പാർട്ട് എന്തായിരിക്കും? ഒരു സാധാ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അസിങ്. അതായിരിക്കും ആദ്യത്തെ പാർട്ട്. സോ ഫസ്റ്റ് പാർട്ട് ഐ ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് എ വോൾട്ടേജ് ആംപ്ലിഫയർ. വോൾട്ടേജ് ആംപ്ലിഫയർ, VA ഷോർട്ട് ഫോമിൽ എഴുതി. ഓക്കെ, ഇനി ദിസ് വോൾട്ടേജ് ആംപ്ലിഫയർ വിൽ ബി പ്രൊവൈഡിങ് എ ഗെയിൻ ദാറ്റ് ഇസ് A, അല്ലെങ്കിൽ A1 ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, പക്ഷേ എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആയിരിക്കുമ്പോൾ ഈ ഒറ്റ യൂണിറ്റ് കൊടുക്കുന്ന ഗെയിൻ മാത്രം നമുക്ക് പോരാ. ഗെയിൻ ഷുഡ് ബി ഹൈ. സോ വാട്ട് വിൽ ഡു? വി വിൽ ബി കപ്ലിംഗ്. ഓക്കെ, വിൽ ബി കപ്ലിംഗ് സെവറൽ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ്. വിൽ ബി കപ്ലിംഗ് സെവറൽ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിനെ എല്ലാം നമ്മൾ കപ്പിൾ ചെയ്യും. ഓക്കെ, ഇത് രണ്ടോ മൂന്നോ സ്റ്റേജ് ഉണ്ടാവും. രണ്ടോ മൂന്നോ സ്റ്റേജ് ആയിട്ട് നമ്മൾ കപ്പിൾ ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ആപ്ലിക്കേഷൻ വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് ഗെയിൻ റിക്വയർഡ്. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ഇതൊരു ഗെയിൻ A1 തരും, ഇതൊരു ഗെയിൻ A2 തരും. ഓക്കെ, ദെൻ ദിസ് വിൽ ബി ഗിവിംഗ് അനദർ A3. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ എന്തായി? മൾട്ടി സ്റ്റേജ് ആയി, അല്ലെങ്കിൽ കാസ്കേഡഡ് ആംപ്ലിഫയർ ആയി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കപ്ലിങ്ങോ RC കപ്ലിങ്ങോ ട്രാൻസ്ഫോമർ കപ്ലിങ്ങോ യൂസ് ചെയ്യാം. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ കേസ് വിൽ ബി ചൂസിങ് RC കപ്ലിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം വോൾട്ടേജ് ആംപ്ലിഫയർ ആയി, പിന്നെ അതിനെ കപ്പിൾ ചെയ്യും. നിങ്ങൾ നോക്കുക, എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ്? ഒരു സ്പീക്കറിലൂടെ പുറത്തേക്ക് വരുന്നതാണ് അല്ലെ. സ്പീക്കർ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു, ഒരു ലൗഡ് സ്പീക്കർ ഞാൻ ഇതുപോലെ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം ലൗഡ് സ്പീക്കർ ആണ് എൻ്റെ ലോഡ്. ഈ ലൗഡ് സ്പീക്കർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ലൗഡ് സ്പീക്കറിന് വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ട്, V മൾട്ടിപ്ലൈഡ് ബൈ I പവർ റേറ്റിംഗ് ഉണ്ട് അല്ലെ. ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ലോഡിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ ഇൻപുട്ട്, ഓക്കെ, ഈ പറയുന്ന ഇൻപുട്ട് പ്രോപ്പർ ആയിട്ട് ദിസ് ഷുഡ് ബി റേസ്ഡ് ടു ദിസ് പവർ ലെവൽ സോ ദാറ്റ് മൈ ദിസ് ലൗഡ് സ്പീക്കർ ഈസ് വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ കൊടുത്തതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന പാരാമീറ്റർ കറക്റ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും.
പക്ഷെ നമുക്കറിയാം, ഓക്കെ, സി മൈ ലോഡ് വിൽ ബി വർക്കിംഗ് only when my power level of the input is raised to the output. ശരിയാണല്ലോ. സോ ഫൈനൽ സ്റ്റേജിൽ ഈ പവർ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടി we will be keeping, okay, we'll be keeping an amplifier which is known as power amplifier. അപ്പോൾ പവർ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ എന്താ? പവർ ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയേഴ്സ് ആർ ദ ഡിവൈസസ് വിച്ച് ആർ മെന്റ് ടു റേസ് the power level of the input signal. ഓക്കെ, ഈ ഇൻപുട്ട് സിഗ്നൽ ഓൾറെഡി വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടി കാണും. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള പവർ റിക്വയർഡ് ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ഇവിടെ റൈസ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് പവർ ലെവൽ കൂടി റൈസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും എൻ്റെ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുക. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഒരു ലൗഡ് സ്പീക്കർ, ഒരു മൈക്ക്, ഏതൊരു മൈക്ക് സിസ്റ്റത്തിലും അല്ലെങ്കിൽ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിലും വിൽ ബി യൂസിങ് ദിസ് സെറ്റപ്പ്. അതിൽ നിങ്ങളൊരു ബോക്സ് മാത്രമേ കാണുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒരു ബോക്സിലായിരിക്കും, പ്രോപ്പറായിട്ട് ഒരു ബോക്സിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മൾ പുറത്തേക്ക് കാണുന്ന എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ആള് സംസാരിക്കുന്ന മൈക്കും ഈ പുറത്തേക്ക് വെച്ചിട്ടുള്ള സ്പീക്കറും മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇൻസൈഡ് ദിസ് they will be having different set of voltage amplifiers which will be coupled together to form multi-stage amplifier and another amplifier section which is known as power amplifier section. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വോൾട്ടേജ് ആംപ്ലിഫയറിനെ പറ്റിയിട്ടും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിനെ പറ്റിയിട്ടും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. തേർഡ് മൊഡ്യൂളിൽ വിൽ ബി ഡിസ്കസിങ് റിഗാർഡിംഗ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ പഠിച്ചു കഴിഞ്ഞു. ദെൻ നൗ വിൽ ബി ഡിസ്കസിങ് റിഗാർഡിംഗ് പവർ ആംപ്ലിഫയേഴ്സ്. ദിസ് പാർട്ട് power amplifiers. Okay ആണല്ലോ. അപ്പോൾ power amplifiers, they are the devices which are meant to raise the power level of the input signal. പവർ ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക? സ്മോൾ സിഗ്നൽ മോഡൽസ് എന്നാ പറയുക, അല്ലെങ്കിൽ എന്താ പറയും, സ്മോൾ പവർ ലെവൽ അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽസ് എന്നാ പറയുക. കാരണം അവിടെ വോൾട്ടേജ് മാത്രമേ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുള്ളൂ. പക്ഷേ പവർ ആംപ്ലിഫയേഴ്സിന്റെ കേസിൽ വരുമ്പോൾ വിൽ ബി സ്പെസിഫൈങ് ദം ആസ് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്നും പറയും. പവർ ആംപ്ലിഫയേഴ്സിന് വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും ഫൈനൽ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ, കണ്ടോ, ഫൈനൽ ലോഡ് പാർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ വി വിൽ ബി ഹാവിങ് എ power amplifier session in order to raise the power level of input signal to the required output power level. നമ്മുടെ ലോഡ് സൈഡിലേക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള പവർ സപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ പ്രോപ്പർ ആയിട്ട് റേസ് ചെയ്തേ പറ്റൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലെറ്റ് us see പവർ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ പവർ ആംപ്ലിഫയേഴ്സ് ഒന്നുകൂടെ പറയാം. they are the devices that are meant to raise the power level of the input signal. Okay, now in order to get large power at the output, it is necessary that input signal voltage should be large. Okay ആണല്ലോ. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഫൈനൽ ലോഡിൽ എത്തുന്നതിന് മുന്നേ, we will be keeping a power amplifier session so that we can raise the power level. Okay, so that load will be functioning properly. Ini power amplifiers, they are also known as large signal amplifiers. Then നമ്മൾ പറയുന്നത് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് ആണ്. കാരണം എന്താ? പവർ ലെവൽ കൂട്ടുകയാണ്. അപ്പോൾ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും രണ്ടും കൂടി പവർ ലെവൽ റൈസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിന് നമ്മൾ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്നും പറയും. പവർ ആംപ്ലിഫയേഴ്സിന് നമ്മൾ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്നും പറയും. Okay, yes, now, okay, അപ്പോൾ നമുക്കറിയാം power amplifiers, they will be handling large amount of power and that power has to be delivered to the load. അപ്പോൾ power amplifiers ന്റെ പ്രത്യേകത, they have to handle large amount of current. ഓക്കെ ആണല്ലോ, large amount of current. അപ്പോൾ നമ്മൾ സാധാരണ അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫയറിൽ പഠിച്ച ട്രാൻസിസ്റ്റർ,
എന്തായിരുന്നു? വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? സാധാരണ ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസ്, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഈ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇതിൽ RE വെച്ചു, RC വെച്ചു, ദെൻ R1, R2. ഇതായിരുന്നു നമ്മുടെ സാധാരണ ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതായിരുന്നു കേസ്. ഓക്കെ, സി ഇതിൽ എന്ത് മാത്രമേ ആംപ്ലിഫൈ ആവുള്ളൂ? വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ മാത്രമേ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? പവർ ആംപ്ലിഫയേഴ്സിന്റെ കേസിൽ വി ഹാവ് ടു റേസ് ദ പവർ ലെവൽ ടു ദ ലോഡ്. സോ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താൽ പോരാ. ഓക്കെ, വൈ? ബിക്കോസ് ദിസ് മേ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ, okay, they may not be able to handle large amount of current. So you have to replace this ordinary transistor with power transistor. Okay, power transistor. അപ്പോൾ ഓർഡിനറി ട്രാൻസിസ്റ്റർ അല്ല നമ്മുടെ പവർ ആംപ്ലിഫയേഴ്സിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ഫോർ പവർ ട്രാൻസിസ്റ്റേഴ്സ്. Okay, now what are the specialities of power transistor? സാധാ ട്രാൻസിസ്റ്റർ പോരാ, ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് കളക്ട് ചെയ്തെടുക്കാനും ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ട്രാൻസിസ്റ്റർ വേണം. സോ ദേ ആർ നോൺ ആസ് പവർ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, സോ പവർ ട്രാൻസിസ്റ്റേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ട്രാൻസിസ്റ്റർ ആണെങ്കിൽ 3 ഏരിയ ആണുള്ളത്: എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ ആണല്ലോ. അപ്പോൾ സാധാരണ ട്രാൻസിസ്റ്ററിൽ തന്നെ കൺസ്ട്രക്ഷൻ വൈസിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ വി ക്യാൻ ഡെവലപ്പ് എ പവർ ട്രാൻസിസ്റ്റർ. ഫോർ എക്സാമ്പിൾ, തിക്നെസ് ഓഫ് ദ ബേസ്, ബേസിന്റെ തിക്നെസ് വിൽ ബി ഇൻക്രീസിങ് സ്ലൈറ്റ്ലി. വൈ? ബിക്കോസ് ഇൻപുട്ട് കറണ്ട് വരുന്നത് ഇവിടെയാണ്. ശരിയല്ലേ? അപ്പോൾ ചിലപ്പോൾ പവർ ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ പവർ സ്റ്റേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? Base in the thickness has to be increased so that the base can handle large amount of current. First one. Size of the transistor, especially the size of the collector. Okay, size of the collector should be more. Why? Because current will be more, charge carriers will be more, heat developed will be more. അതുകൊണ്ട് size of the transistor, that is size of the power transistor, especially collector will be having a large size. Okay, and our collector will be having a large size, that is they have to handle large amount of current and they will be producing more amount of heat. അപ്പോൾ heat എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൈസ് ഓഫ് ദ കളക്ടർ വിൽ ബി ലാർജ്. ഇനി ഇത് കൂടാതെ പവർ ട്രാൻസിസ്റ്റേഴ്സിന്റെ കേസിൽ 2 or 3 പവർ ട്രാൻസിസ്റ്റർ ചിലപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. ആ കേസിൽ വി വിൽ ബി യൂസിങ്, ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റ് കപ്ലിംഗ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് RC കപ്ലിംഗ്, വി വിൽ ബി ഗോയിങ് ഫോർ ട്രാൻസ്ഫോമർ കപ്ലിംഗ്. കാരണം എന്താ? ട്രാൻസ്ഫോമർ കപ്ലിംഗ് നമ്മൾ ഇന്നലെ പഠിച്ചു. പ്രോപ്പർ ആയിട്ടുള്ള ഇംപിഡൻസ് മാച്ചിങ് എനിക്ക് പോസിബിൾ ആണ്. എങ്ങനെ? ഔട്ട്പുട്ടിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻപുട്ടിന്റെ നമ്പർ ഓഫ് ടേൺസും പൾസ് ട്രാൻസ്ഫോമറിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഇംപിഡൻസ് മാച്ചിങ് പോസിബിൾ ആയിരിക്കും. ഇംപിഡൻസ് മാച്ചിങ് പ്രോപ്പർ ആണെങ്കിൽ മാക്സിമം പവർ എനിക്ക് ലോഡ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു റിമൈൻഡ്, കീപ് വൺ തിങ് ഇൻ മൈൻഡ്, ദാറ്റ് ഇസ് ഓർഡിനറി ട്രാൻസിസ്റ്റേഴ്സ് അല്ല പവർ ആംപ്ലിഫയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുക. ട്രാൻസിസ്റ്റർ വിച്ച് ആർ യൂസ്ഡ് ഇൻ പവർ ആംപ്ലിഫയേഴ്സ് ആർ നോൺ ആസ് പവർ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ പവർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ട്രാൻസിസ്റ്റർ പോലെ തന്നെയാണ്, പക്ഷേ കൺസ്ട്രക്ഷൻ വൈസ് വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസം? സൈസ് കൂടുതലാണ്. ഓക്കെ, എമിറ്റർ ആണെങ്കിലും ബേസ് ആണെങ്കിലും കളക്ടർ ആണെങ്കിലും സൈസ് ആ സെമി കണ്ടക്ടിങ് ലെയറിന്റെ സൈസ് കൂടുതലായിരിക്കും. എസ്പെഷ്യലി തിക്നെസ് ഓഫ് ദ ബേസ് വിൽ ബി ലാർജ്. ഓക്കെ, ദെൻ കളക്ടറിന്റെ സൈസ് കൂടുതലായിരിക്കും. എന്തിനാ കളക്ടറിന്റെ സൈസ് കൂട്ടി വെക്കുന്നത്? കാരണം മെജോറിറ്റി ഓഫ് ദ കറണ്ട് വി ആർ കളക്ടിങ് ഫ്രം ദ ഔട്ട്പുട്ട് സൈഡ്, കളക്ടർ സൈഡ് അല്ലെ? അപ്പോൾ മെജോറിറ്റി കറണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന കളക്ടറിന്റെ സൈഡിലായതുകൊണ്ട് മെജോറിറ്റി ഇലക്ട്രോൺസിന്റെ ഫ്ലോ വരുന്നത് കളക്ടർ സൈഡിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും? ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കൂടുതലായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ദ ബേസ് ഈസ് ലാർജർ, എൻറ്റയർ സൈസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ എസ്പെഷ്യലി കളക്ടർ വിൽ ബി ലാർജർ, ആൻഡ് വിൽ ബി പ്രൊവൈഡിങ് transformer coupling for
ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? പവർ ആംപ്ലിഫയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. Please post in the chat box. All of you, please post in the chat box. Okay, okay, okay. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പവർ ആംപ്ലിഫയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ ടൈപ്പ് പവർ ആംപ്ലിഫയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്? ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ക്ലാസിഫൈ പവർ ആംപ്ലിഫയേഴ്സ്? ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ടൈപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദ ഓപ്പറേറ്റിംഗ് മോഡ് ഓഫ് ട്രാൻസിസ്റ്റർ. ഓക്കെ, നമ്മൾ ട്രാൻസിസ്റ്റർ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്വിസന്റ് പോയിന്റ് പല സ്ഥലത്ത് സെറ്റ് ചെയ്യാം. ഇതല്ലേ ആക്റ്റീവ് റീജിയന്റെ കറക്റ്റ് സെന്ററിൽ സെറ്റ് ചെയ്യാം, നിയർ ടു സാച്ചുറേഷൻ സെറ്റ് ചെയ്യാം, നിയർ ടു കട്ട് ഓഫ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മൈ പവർ ട്രാൻസിസ്റ്റർ ഈസ് ഗോയിങ് ടു വർക്ക്, എങ്ങനെയാണത് വർക്ക് ചെയ്യാൻ പോകുന്നതിനെ ബേസ് ചെയ്തിട്ട് ഐ ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ആസ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ, ദെൻ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ, then class AB power amplifiers, class C power amplifiers. ഓക്കെ ആണല്ലോ? അത് എങ്ങനെയാണെന്നുള്ളത് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കും. നോക്കുക, ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്ലാസ് എ, രണ്ടാമത്തത് ക്ലാസ് ബി, ദെൻ ക്ലാസ് AB, പിന്നെ ക്ലാസ് സി. നിങ്ങളുടെ സിലബസിനകത്ത്, അതായത് 2019 സ്കീമിനകത്ത് നിങ്ങളുടെ സീനിയർ ബാച്ചിന്റെ കേസിൽ ക്ലാസ് സി വരെ പഠിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി ഇതുവരെ പഠിച്ചാൽ മതിയായിരുന്നു. നിങ്ങളുടെ സിലബസിൽ 2019 സ്കീമിൽ ഓക്കെ അവർ പുതിയതായിട്ട് ക്ലാസ് ഡി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് ഡി കൂടി പഠിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ സി പുതിയതായിട്ട് അഡീഷൻ വന്നൊരു ടോപ്പിക്കാണ്. ഈ പുതിയതായിട്ട് അഡീഷൻ വരുമ്പോൾ എല്ലാം ഓക്കെ സിലബസിലേക്ക് അഡീഷൻ വരുമ്പോൾ എല്ലാം യു ക്യാൻ എക്സ്പെക്ട് എ ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ് ടോപ്പിക്. ഓക്കെ ആണല്ലോ? അപ്പോൾ അഡീഷൻ സിലബസിലേക്ക് അഡീഷൻ ഓരോ എക്സ്ട്രാ ടോപ്പിക് ആഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ഷുവർ ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാൻ ബി എൻ എസ്സേ ഓർ എ ഷോർട്ട് ആൻസർ. ഷുവർ ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ക്ലാസ് എ വരും, ക്ലാസ് ബി വരും, ക്ലാസ് എ ബി വരും, ക്ലാസ് സി വരും, ക്ലാസ് ഡി കൂടി പുതിയതായിട്ട് നിങ്ങളുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ പവർ ആംപ്ലിഫയർ പഠിക്കുമ്പോഴും വാട്ട് ഓൾ തിങ്സ് യു ഷുഡ് സ്റ്റഡി. നിങ്ങൾ അതിൻ്റെ സർക്യൂട്ട് പഠിക്കണം, സർക്യൂട്ടിൻ്റെ വർക്കിംഗ് പഠിക്കണം, എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ. ഓക്കെ, ഓരോ പവർ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമ്മൾ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ പറയും. അത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ക്ലാസ് എ, ക്ലാസ് ബി, ആൻഡ് ഡെറിവേഷൻ ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് ഡി. അപ്പോൾ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, എഫിഷ്യൻസിയുടെ കേസിലുള്ള ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് എ. ബാക്കി രണ്ട് കേസിലും ആ എഫിഷ്യൻസി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇത് നമ്മൾ വേറെ രണ്ട് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സർക്യൂട്ട് പഠിക്കണം, വർക്കിംഗ് പഠിക്കണം, എഫിഷ്യൻസിയുടെ ഡെറിവേഷൻ പഠിക്കണം, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻ ഓരോ സർക്യൂട്ട് പഠിക്കുമ്പോഴും പഠിക്കണം. ഓക്കെ, നൗ സി ഫസ്റ്റ് വൺ ക്ലാസ് എ പവർ ആംപ്ലിഫയർ. നിങ്ങൾ നോക്കുക, നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് എൻ്റെ ഇൻപുട്ട്, ശരിയല്ലേ? കാരണം വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആണ് എന്തിലേക്ക് ഫീഡ് ചെയ്യുന്നത്? പവർ ആംപ്ലിഫയറിലേക്ക് ഫീഡ് ചെയ്യുന്നത്. സോ എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈനസോയ്ഡൽ വേവ് ഫോം. കുറെ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇതാണ് ഇൻപുട്ട്. ഓക്കെ, നൗ സപ്പോസ് ആഫ്റ്റർ feeding this input to the power amplifier, suppose I am getting 360 degree of operation, അതായത് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഓക്കെ പവർ ആംപ്ലിഫിക്കേഷൻ നടന്നിട്ടുള്ള ഔട്ട്പുട്ട്, എ സി ഔട്ട്പുട്ട് 360 ഡിഗ്രിക്കും കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു സൈക്കിൾ 360 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലെ? 360 ഡിഗ്രിക്കും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദിസ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ക്ലാസ് എ ഓപ്പറേഷൻ. 360 ഡിഗ്രിക്കും ആ ഓപ്പറേഷൻ അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ക്ലാസ് എ ഓപ്പറേഷൻ.
ഇനി ചില പവർ ആംപ്ലിഫയേഴ്സിലേക്ക് ഞാൻ ഈ ഇൻപുട്ട് കൊടുത്തു. എനിക്ക് ഐ വിൽ ബി ഗെറ്റിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അല്ലെങ്കിൽ ഒരു ഫുൾ സൈക്കിളിനകത്ത് ഏതെങ്കിലും ഒരു സൈക്കിൾ മാത്രമേ കിട്ടൂ. അതായത് 180 ഡിഗ്രി ഓപ്പറേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. 180 ഡിഗ്രി ഓപ്പറേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ദാറ്റ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ക്ലാസ് ബി. ഓക്കെ ആണല്ലോ? ഓക്കെ. നൗ സപ്പോസ് ഐ എം ഗെറ്റിംഗ് ഫുൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ക്ലാസ് ബി എന്ന് പറയുന്നത് എത്രയാ? 180 ഡിഗ്രി. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഓപ്പറേഷനാ? 360 ഡിഗ്രി. ഇത് ക്ലാസ് എ ആണ്, ഇത് ക്ലാസ് ബി ആണ്. ഓക്കെ ആണല്ലോ? ഇനി സപ്പോസ് ഐ എം ഫീഡിങ് ദിസ് ടു ദ പവർ ആംപ്ലിഫയർ. ഐ എം ഗെറ്റിംഗ് ഫുൾ ഇൻപുട്ട് സൈക്കിളും കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഒരു പോർഷൻ ഇത്ര കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. അതായത് ഓപ്പറേഷൻ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 180 ഡിഗ്രി ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. അതിനെ നമ്മൾ ക്ലാസ് എ ബി ഓപ്പറേഷൻ എന്ന് പറയും. ക്ലാസ് എ ബി കണ്ടോ? ഫുൾ സൈക്കിളും കിട്ടും, നെഗറ്റീവ് പോർഷന്റെ ഒരു പാർട്ടും കിട്ടും. ദാറ്റ് ഇസ് നോൺ ആസ് ക്ലാസ് എ ബി ഓപ്പറേഷൻ. ഓക്കെ. ഇനി ചില കേസിൽ എനിക്ക് ഈ ഇൻപുട്ട് സൈക്കിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻപുട്ട് സൈക്കിൾ എന്ന് പറയുന്നത് സപ്പോസ് ഐ എം ടേക്കിംഗ് ലൈക്ക് ദിസ്. ഫുൾ സൈക്കിൾ ഐ എം ടേക്കിംഗ് ലൈക്ക് ദിസ്. ഐ എം ഗെറ്റിംഗ് സം പാർട്ട്, അതായത് ലെസ് ദാൻ 180, ഒരു 120 ഡിഗ്രി ഒക്കെ കിട്ടുള്ളൂ, 120 ഡിഗ്രി ഓപ്പറേഷൻ ഒക്കെ കിട്ടുള്ളൂ. ആ കേസിന് നമ്മൾ എന്ത് പറയും? ക്ലാസ് സി ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് പ്രൊവൈഡഡ് ബൈ ദ ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് കളക്ടർ കറണ്ട്, നമ്മുടെ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ വേവ് ഫോം കിട്ടുന്നതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് what we are getting, based on that output and based on the transistor operation, we can classify it as class A, class B, class AB, class C. class D ഓടെ നിൽക്കട്ടെ, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്റെ കേസിൽ എത്ര ഡിഗ്രി ഓപ്പറേഷൻ ആണ്? 360 ഡിഗ്രി ഓപ്പറേഷനും എനിക്ക് പോസിബിൾ ആണ്. ഓക്കെ. ദെൻ ക്ലാസ് ബിയുടെ കേസിലോ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടൂ. ഓക്കെ ആണല്ലോ? ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടൂ, അതായത് 180 ഡിഗ്രി ഓപ്പറേഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ക്ലാസ് എ ബിയുടെ കേസിൽ എങ്ങനെയായിരിക്കും? ക്ലാസ് എ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പറേഷൻ ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ 360 ആണ്, ബി 180 ആണ്. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് വരും. ഓക്കെ. ഗ്രേറ്റർ ദാൻ 180 ആൻഡ് ലെസ് ദാൻ 360, ക്ലാസ് എ ബി. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ക്ലാസ് സി. എന്താ ക്ലാസ് സി? ക്ലാസ് സി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ക്ലാസ് ബി. ഓക്കെ. 180 ഡിഗ്രി പോലും ഉണ്ടാവില്ല, ഒരു 120 ഡിഗ്രി മാത്രമേ കിട്ടുള്ളൂ, ക്ലാസ് സി. ഓക്കെ. അപ്പോൾ ഇതാണ്. ഇനി ക്ലാസ് ഡി യുടെ ഉണ്ട്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ദിസ് ഇസ് ഹൗ യു ക്ലാസിഫൈ. ഓക്കെ. സോ സി ക്ലാസ് എ പവർ ആംപ്ലിഫയർ, ഔട്ട്പുട്ട് കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഫോർ ദ എൻറ്റയർ സൈക്കിൾ. കണ്ടോ? എൻറ്റയർ 360 ഡിഗ്രി ഓഫ് സൈക്കിൾ. ഇനി ക്ലാസ് ബി ആണെങ്കിലോ ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ഓൺലി ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അല്ല, അതായത് 180 ഡിഗ്രി ഓപ്പറേഷൻ ഈസ് ഓൺലി പോസിബിൾ. Okay. Then class AB means what? It will be flowing for more than a half cycle but less than a full cycle. അതായത് more than 180 degree, less than 360 degree. That is known as class AB. ഇനി class C എന്താ? Output current that is flowing for less than half cycle. അപ്പോൾ less than 180 degree. Okay. So I think classification it is clear to all of you. Clear ആണോ? Anybody is having any doubt? Clear ആണെങ്കിൽ please post in the chat box. All of you please post in the chat box or amplifier the classification. Clear ആണോ? Okay. Now നിങ്ങളിത് ഈ ക്ലാസ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ
വായിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അതായത് ഞാൻ തരുന്ന നോട്ടുകൾ കേട്ടോ, ആ നോട്ട്ബുക്ക് ആ നോട്ട് തരുന്നത് ക്ലാസ് ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ നോട്ട് എടുത്ത് വായിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഓക്കെ ഓക്കെ, നൗ സീ നെക്സ്റ്റ് ലെറ്റ് us see class A power amplifier. Okay, class A power amplifier the circuit. Okay, class A power amplifier the circuit ആണ് this given like this. Okay, so class A power amplifier the case we can see that, see this is a input നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി ഓപ്പറേഷൻ കിട്ടണം? 360 ഡിഗ്രി ഓപ്പറേഷൻ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു എന്ത്, നമ്മൾ മൊഡ്യൂൾ ഫസ്റ്റ് 1 പഠിച്ചു കറക്റ്റായിട്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ എവിടെ എൻ്റെ ക്യുസൻ പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 360 ഡിഗ്രി ഓപ്പറേഷൻ കിട്ടണം. എവിടെ ആയിരിക്കാം? കറക്റ്റായിട്ട് മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ, കറക്റ്റായിട്ട് മിഡിലിൽ പ്ലേസ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ സാധാ ട്രാൻസിസ്റ്റർ അല്ല, പവർ ട്രാൻസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക ആ സർക്യൂട്ടിനെ. ഓക്കെ, പവർ ട്രാൻസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക. ദെൻ പ്രോപ്പർ ബയാസിങ്. ഓക്കെ, ഈ പ്രോപ്പർ ബയാസിങ് കൊടുക്കണം. അപ്പോൾ സി ക്ലാസ് എ പവർ ആംപ്ലിഫയറിനെ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് വെച്ച് ഇങ്ങനെ വരച്ചാലും കറക്റ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ സി യു ക്യാൻ ഓൾസോ ഡ്രോ ദ സർക്യൂട്ട് ഫോർ എ ക്ലാസ് എ പവർ ആംപ്ലിഫയർ ലൈക്ക് ദിസ്. സി പവർ ആംപ്ലിഫയർ, പവർ ട്രാൻസിസ്റ്റർ എടുക്കുക. ഓക്കെ, പവർ ട്രാൻസിസ്റ്റർ എടുക്കുക. ദിസ് ഇസ് എ പവർ ട്രാൻസിസ്റ്റർ. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ക്ലാസ് എ ഓപ്പറേഷൻ ആണ്, ക്ലാസ് എ ഓപ്പറേഷൻ ആണ്. 360 ഡിഗ്രി ഔട്ട്പുട്ട് എനിക്ക് കിട്ടണം, 360 ഡിഗ്രി ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ക്യുസൻ പോയിന്റ് ലോഡ് ലൈനിന്റെ കറക്റ്റ് മിഡ് പോയിന്റിൽ സെറ്റ് ചെയ്യണം. ഏത്? ഈ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, ഈ പവർ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാര വരച്ചു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കറക്റ്റ് ആയിട്ട് മിഡ് പോയിന്റ് സെറ്റ് ചെയ്യണം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ വാട്ട് യു ആർ ഡൂയിങ്, യു ആർ പ്രൊവൈഡിങ് ഏതാ ബെസ്റ്റ് ടൈപ്പ് ബയാസിങ്? വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വരച്ചു, അതിനുശേഷം വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് കൊടുത്തു. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ യു ആർ ടേക്കിംഗ് ആൻഡ് RC. ഓക്കെ, ദെൻ എമിറ്റർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് യു ആർ കീപ്പിംഗ് എ റെസിസ്റ്റൻസ് RE. ഓക്കെ, RE. ദെൻ ബൈപ്പാസ് കപ്പാസിറ്റർ, എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, ഒരു കപ്ലിംഗ് ബൈപ്പാസ് കപ്പാസിറ്റർ വെച്ചു. ദെൻ ഇൻപുട്ട് സൈഡിൽ ത്രൂ എ കപ്ലിംഗ് കപ്പാസിറ്റർ യു ആർ അപ്ലൈയിങ് ദ ഇൻപുട്ട്. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ദിസ് സർക്യൂട്ട് ഈസ് ഓൾസോ കറക്റ്റ്. അതായത് സാധാ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ എടുത്തിട്ട് ആ ആംപ്ലിഫയർ സർക്യൂട്ടിലെ എന്ത് ചെയ്യുക? ട്രാൻസിസ്റ്റർ, പവർ ട്രാൻസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്ത് R1, R2, RC, RE ഈ വാല്യൂസ് എല്ലാം ഈ പവർ ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റേഴ്സിനനുസരിച്ച് മോഡിഫൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലാസ് എ പവർ ആംപ്ലിഫയർ. കണ്ടോ? ഈ സർക്യൂട്ട് വരച്ചാലും, ഓക്കെ, ഈ സർക്യൂട്ട് വരച്ചാലും കറക്റ്റ് ആണ്. നമ്മുടെ ഈ സർക്യൂട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ആ R1ഉം R2ഉം കൂടെ കൂടിയിട്ട് അവര് ഒരു ഇക്വലന്റ് വാല്യൂ RB ആയിട്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് വരച്ചാലും, ഓക്കെ, ഈ സർക്യൂട്ട് വരച്ചാലും, ഓക്കെ, ഈ സർക്യൂട്ട് വരച്ചാലും, ഈ സർക്യൂട്ട് വരച്ചാലും രണ്ടും കറക്റ്റ് ആണ് ഫോർ ക്ലാസ് എ പവർ ആംപ്ലിഫയേഴ്സ്. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ക്ലാസ് എ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ യു ക്യാൻ ഡ്രോ ദ സർക്യൂട്ട് ലൈക്ക് ദിസ്. എന്താ, എങ്ങനെയാ? ജസ്റ്റ് യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഓക്കെ, സി just you can draw like this. You can just draw a common emitter power transistor like this, and power transistor along with this value. Okay, so you have to modify like this. Correct ആയിട്ട് modify ചെയ്തിട്ട് വേണം. power transistor ചുമ്മാ വെച്ചാൽ പോരാ, you have to modify these values R1, R2, RC and RE. All these things you have to modify and keep. Okay, okay. Now
നെക്സ്റ്റ് വൺ. അപ്പോൾ പ്രോപ്പറായിട്ട് ബയാസിങ് കൊടുത്തു. അപ്പോൾ പ്രോപ്പറായിട്ട് ബയാസിങ് കൊടുത്തു കഴിയുമ്പോൾ എന്തായി, ക്യുസന്റ് പോയിന്റ് കറക്റ്റ് ആയിട്ട് മിഡിലിൽ സെറ്റ് ചെയ്തു. ലോഡ് ലൈൻ്റെ കറക്റ്റ് ആയിട്ട് മിഡിലിൽ സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിയേ, കണ്ടോ, എൻ്റെ പവർ ട്രാൻസിസ്റ്റർ ലോഡ് ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഔട്ട്പുട്ട് ക്യാരിയും വരച്ചു, ഔട്ട്പുട്ട് ക്യാരിയിൽ ലോഡ് ലൈൻ സെറ്റ് ചെയ്തു, പ്രോപ്പർ ബയാസിങ് കൊടുത്തത് കൊണ്ട് ക്യുസന്റ് പോയിന്റ് ഈസ് സെറ്റ് അറ്റ് കറക്റ്റ് മിഡ് പോയിന്റ് VCC/2 IC/2 കറക്റ്റ് മിഡ് പോയിന്റ് സെറ്റ് ചെയ്തു. കണ്ടോ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഇഫ് യു ആർ അപ്ലൈയിങ് ഇൻപുട്ട് യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ 360-degree ഓപ്പറേറ്റിംഗ് ഔട്ട്പുട്ട് കളക്ടർ കറന്റ്. കണ്ടോ, കളക്ടർ കറന്റ് ഇറ്റ് ഈസ് ഫ്ലോയിങ് ഫോർ 360-degree operation, and you are also getting output voltage required 360-degree operation കിട്ടും. ഉണ്ടോ, അപ്പോൾ ബേസ് കറണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കളക്ടർ കറണ്ട് പ്രോപ്പർ ആയിട്ട് തന്നെ 360-ഡിഗ്രിക്കും കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജും പ്രോപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട്. Okay, then you have to give the explanation. And the explanation, output current it is flowing for entire 360-degree. Okay, so I have to fix the operating point at correct midpoint. Okay, ഈ സർക്യൂട്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഈ സർക്യൂട്ട് വരയ്ക്കാം, രണ്ട് വരച്ചാലും സെയിം ആണ്. ഇത് പറയാൻ കാരണം നിങ്ങളുടെ സിലബസിലുള്ള മാൽവിനോ ബേറ്റ്സ് ടെക്സ്റ്റ് ബുക്കിനകത്ത് സർക്യൂട്ട് ഫോർ ക്ലാസ് എ ആംപ്ലിഫയർ ഇറ്റ് ഇസ് ഗിവൺ ലൈക്ക് ദിസ്. JB Gupta by Electronic Devices and Circuits by JB Gupta, അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഫോമിലാണ്. ഓക്കെ, പക്ഷേ വേറെ രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് എ ആംപ്ലിഫയർ ഇറ്റ് ഇസ് ഗിവൺ ലൈക്ക് ദിസ്. അവർ ചെയ്തിരിക്കുന്നത് R1 R2 എന്നുള്ള ആ ഒരു ബയാസിങ് റെസിസ്റ്റൻസ് ദേ ഹാവ് ഷോൺ ഇറ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് RB. ഓക്കെ, അപ്പോൾ ഏത് സർക്യൂട്ട് വരച്ചാലും കറക്റ്റ് ആണ്, രണ്ട് സർക്യൂട്ട് ഏത് വരച്ചാലും മതി. ദെൻ യു ഹാവ് ടു ഡ്രോ ദിസ് വൺ. ഓക്കെ, ലോഡ് ലൈൻ വരയ്ക്കണം, ഔട്ട്പുട്ട് ക്യാര വരയ്ക്കണം, 360-degree ഓപ്പറേഷൻ ആകുമ്പോൾ ക്യുസന്റ് പോയിന്റ് കറക്റ്റ് മിഡ് പോയിന്റ് സെറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കണം, ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ഔട്ട്പുട്ട് കറന്റ് ലൈക്ക് ദിസ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിറൈവ് ദ റിലേഷൻ, അതായത് എഫിഷ്യൻസി പാർട്ട്. ഓക്കെ, നൗ സി ഫസ്റ്റ് ഹൗ വിൽ യു ഡിറൈവ് ദ എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്, ശരിയല്ലേ? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, നൗ വാട്ട് ഇസ് ഇൻപുട്ട് പവർ? ഇൻപുട്ട് പവർ മീൻസ് യു ആർ പ്രൊവൈഡിങ് DC, ശരിയല്ലേ? അപ്പോൾ DC ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. DC ഇൻപുട്ട് കൊടുത്തു, AC ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. DC ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, AC ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താ DC ഇൻപുട്ട് എന്ന് പറയുന്നത്? DC ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ voltage multiplied by current. So what is that voltage? VCC multiplied by current. That current I am denoting it as C. VCC into IQ. That is my input DC current, DC power. Okay, VCC multiplied by, okay, VCC multiplied by my ICQ. Okay, എനിക്ക് ഈ ICQ അല്ലെങ്കിൽ കറണ്ട് വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു, എന്താ ICQ എന്ന് ഡിനോട്ട് ചെയ്യാൻ കാരണം? കറണ്ട് വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു ദിസ് ക്വിസന്റ് പോയിന്റ് IC. ഓക്കെ, സോ ദാറ്റ് കറണ്ട് ഹൗ വിൽ യു കാൽക്കുലേറ്റ്? IC കാൽക്കുലേറ്റ് ചെയ്യാൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് ബേസ് കറണ്ട്, ശരിയല്ലേ? വൈ? വി നോ ദാറ്റ് IC is equal to beta IB. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, IC is equal to beta IB. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം IB കണ്ടുപിടിക്കണം. IB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? You apply KVL across this loop. എന്ത് വരും? VCC minus IBQ into RB, okay, minus VBE is equal to 0. അപ്പോൾ ഇത് നമുക്കറിയാം, VBE എന്ന് പറയുന്നത് you can take that drop as 0.6 or 0.7. Okay, so I have taken here 0.7. അപ്പോൾ what will be my equation for IB? IB is equal to VCC minus 0.7 by RB. Okay, ആണല്ലോ. So I can calculate what is IB. IB എനിക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. IB multiplied by beta will be IC. Okay, ആണല്ലോ. ഇനി ഔട്ട്പുട്ട് സൈഡിൽ if I want to calculate what is the value of VC, എന്ത് ചെയ്യാം? VC കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ലൂപ്പിൽ KVL എഴുതാം, അല്ലേ?
VCC minus IC into RL minus VCE is equal to 0. Okay, so from this I can calculate VCE. Okay, so I got two equations. എന്തൊക്കെയാ? ഇൻപുട്ട് ലൂപ്പിൽ KVL എഴുതിയിട്ട് IB കിട്ടി, ഔട്ട്പുട്ട് ലൂപ്പിൽ KVL എഴുതിയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും കിട്ടി, VCയും കിട്ടി. That both I have written here. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പാരാമീറ്റർ DC പവർ നമുക്ക് കിട്ടി. DC പവർ കിട്ടി. അടുത്തത് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് കിട്ടണം? വാട്ട് ഇസ് ദ ഔട്ട്പുട്ട്, ദാറ്റ് ഇസ് AC ഔട്ട്പുട്ട്, അതറിയണം. അപ്പോൾ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ AC ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? AC സിഗ്നൽ മീൻസ് സി ഇറ്റ് ഈസ് ലൈക്ക് ദിസ് അല്ലെ. AC signal means what it is like this. It will be having a maximum value and it will be having a minimum value. And these in the difference നമ്മൾ എന്ത് പറയും? Peak to peak value എന്ന് പറയും. Okay ആണല്ലോ. Peak to peak value. So peak to peak value means what? Maximum value minus minimum value. Vmax minus Vmin. Okay ആണല്ലോ. See, peak to peak value എന്ന് പറയുന്നത് it is equal to Vmax minus Vmin. ഇനി suppose we are calculating, okay, suppose we are calculating this alone, ഒരു ഹാഫ് സൈക്കിൾ മാത്രം. എനിക്ക് എങ്ങനെ എഴുതാം? This I am representing it as Vm, that is maximum value. Okay, this maximum value എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഹാഫ് ആയിരിക്കും അല്ലെ. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും സം ആണ് പീക്ക് ടു പീക്ക് വാല്യൂ. അപ്പോൾ Vm എന്തായിരിക്കും? Vm is equal to peak to peak value by 2. Okay, so see, P എന്ന് പറയുന്നത് it is equal to peak to peak value minus by 2. So peak to peak value നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Vmax minus Vminimum by 2 കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതുപോലെ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ എന്ത് കിട്ടും? I maximum, കറണ്ട് രണ്ട് സൈനസോയിഡിലാണ്, വോൾട്ടേജ് സൈനസോയിഡിലാണ്, കറണ്ട് സൈനസോയിഡിലാണ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് Vm, വാട്ട് ഇസ് Im. ഇനി നമുക്കറിയാം AC പാരാമീറ്റർ ആണ്. AC we are always realizing in terms of RMS value. Okay, we are AC, we are denoting it as RMS value. അപ്പോൾ ഔട്ട്പുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ACയുടെ ഔട്ട്പുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you have to calculate RMS value, RMS value of voltage multiplied by RMS value of current. Okay, so if you get maximum value, ഒരു സിസ്റ്റം ഒരു വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? Vm/√2. ശരിയാണല്ലോ. അതുപോലെ തന്നെ കറണ്ടും കണ്ടുപിടിക്കാം, Im/√2. ഓക്കെ, സോ യു മൾട്ടിപ്ലൈ Im into Vm/2 എന്ന് കിട്ടും. സോ ഔട്ട്പുട്ട് പവർ is equal to Vm multiplied by Im/2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം ഞാൻ. ആദ്യം നമ്മൾ പീക്ക് ടു പീക്ക് വാല്യൂ എടുത്തു. പീക്ക് ടു പീക്ക് വാല്യൂവിൽ നിന്നാണ് നമുക്ക് മാക്സിമം വാല്യൂ എടുത്തു. ഇനി AC പാരാമീറ്റർ ആയതുകൊണ്ട് we have to calculate RMS value. Power output or power AC is equal to product of RMS voltage and product of RMS current. So PAC is equal to Vm into Im/2 കിട്ടി. ഓക്കെ, ഇനി Vm നമുക്കറിയാം. എന്താ Vm? പീക്ക് ടു പീക്ക് ബൈ 2. Im അറിയാം, പീക്ക് ടു പീക്ക് ബൈ 2. ഓക്കെ, സോ യു മൾട്ടിപ്ലൈ, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും V peak to peak into I peak to peak by 8 എന്ന് കിട്ടും. ഓക്കെ, സോ വാട്ട് ഇസ് എഫിഷ്യൻസി? PAC by PDC multiplied by 100. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100, ഓക്കെ, 100 by 8 കിട്ടും. ശരിയാണല്ലോ. 100/8 എന്ന് റിട്ടേൺ കിട്ടും. സോ സി 100, അതായത് 100 സി V peak to peak into I peak to peak by 8. പീക്ക് ടു പീക്കിനെ എനിക്ക് മാക്സിമം വാല്യൂവിന്റെ മിനിമം വാല്യൂവിന്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എഴുതി. സോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് മൈനസ് മിനിമം വാല്യൂ ഓഫ് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് മൈനസ് മിനിമം വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡഡ് ബൈ മൈ DC. എത്ര DC? VCC into ICC. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നമുക്ക്
മാക്സിമം എഫിഷ്യൻസി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതാണ്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്? മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് വി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഡി സി ഇൻപുട്ടും ഐ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം കറണ്ട്. ഓക്കെ ആണല്ലോ? അതാ മാക്സിമം കറണ്ട്, മാക്സിമം വോൾട്ടേജ്, അത് എത്രയാ? VCC. മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും പീക്ക് അല്ലേ? ഇത് പോസിറ്റീവ് പീക്കും കിട്ടും, നെഗറ്റീവ് പീക്കും കിട്ടും. സംശയമുള്ളവർ ഇതാ ഈ വേവ് ഫോമിലേക്ക് നോക്കിയാൽ മതി. ഇതാ മാക്സിമം കറണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പീക്ക് പ്ലസ് അടുത്ത പീക്ക്, ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പോൾ IC-യുടെ മാക്സിമം പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 2 times ICQ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് I have taken this one. See, 2 times ICQ. ഓക്കെ, സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. ഈ കിട്ടിയ വാല്യൂ ഇതിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? വി മാക്സ് എന്ന് പറയുന്നത് എത്രയാ? VCC. കണ്ടോ? VCC ഈ ഗ്രാഫിന് കിട്ടും. വി മാക്സ് ഈസ് ഈക്വൽ ടു VCC. വി മിനിമം എന്ന് പറയുന്നത് ഇതാ 0. കണ്ടോ? 0. ഇനി ഐ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ 2 ICQ. മിനിമം എന്ന് പറയുന്നത് 0. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് എന്ത് വരും? 1/4 into 100 എന്ന് വരും. So 1/4 multiplied by 100 means what? That is equal to 25%. So ഇതിന്റെ കൺക്ലൂഷൻ എന്താ? ക്ലാസ് എ പവർ ആംപ്ലിഫയറിന്റെ കേസിൽ മാക്സിമം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻസി, അല്ലെങ്കിൽ ഒരു ക്ലാസ് എ ആംപ്ലിഫയറിന്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 25% മാത്രമാണ്. 25% എന്ത് കിട്ടുള്ളൂ? എഫിഷ്യൻസി ഒരു ക്ലാസ് എ ആംപ്ലിഫയറിന് കിട്ടുള്ളൂ. ഈവൻ ദോ വി ആർ ഗെറ്റിംഗ് ഫുൾ സൈക്കിൾ. കണ്ടോ? ഔട്ട്പുട്ടിൽ ഫുൾ സൈക്കിൾ കിട്ടിയാലും, ഔട്ട്പുട്ടിൽ നമുക്ക് ഫുൾ സൈക്കിൾ കിട്ടിയാലും എഫിഷ്യൻസി ഓഫ് എ ക്ലാസ് എ പവർ ആംപ്ലിഫയർ ഈസ് ഓൺലി 25%. ഓക്കെ, 25%. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ഹാവ് സ്റ്റഡീഡ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ. ഞാൻ ഈ നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. ഇന്നലത്തെ നോട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല, ഇപ്പൊ തന്നെ ഞാൻ ഇടാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് എഴുതി പഠിക്കണം. എഴുതി പഠിക്കാതെ നിങ്ങൾക്ക് ഓർത്തിരിക്കുകയില്ല. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് യു കാൽക്കുലേറ്റ് DC പവർ. ഓക്കെ, ഫസ്റ്റ് യു കാൽക്കുലേറ്റ് DC പവർ, then you calculate AC power, then you calculate or convert it into RMS value, then you calculate the efficiency. Okay, maximum efficiency for a class A power amplifier will be 25%. Okay, so I think it is clear to all of you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? പ്ലീസ് പോസ്റ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ, സോ വി ക്യാൻ സ്റ്റോപ്പ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് B ആയിരിക്കും പറയുന്നത്. ഓക്കെ, സോ ആരെങ്കിലും അറ്റൻഡൻസ് ഇടാത്തവരുണ്ടെങ്കിൽ കേട്ടോ